ഒരു വഹാബിയോ മൗദൂദിയോ പോലത്തത് നമ്മളെ കുടുംബത്തിൽ വന്നാൽ ആ കുടുംബത്തിൽ പിന്നെ ഐക്യത്തോടു കൂടെ ഒരു കാര്യവും നടത്താൻ കഴിയില്ല. ഒരു കാര്യവും നടത്താൻ പറ്റില്ല. ഒരു പാത്രത്തിൽ ഒരു ജവനിയിൽ വെള്ളം എടുത്തിട്ട്, ഒരു കിണ്ടിയിൽ വെള്ളം എടുത്തിട്ട് ഒതുണ്ടാക്കാൻ വേണ്ടി നിൽക്കാം. അപ്പൊ അമ്മ ഇങ്ങനെ ജവന്റെ ഭാര്യ തിരിച്ചുകാണ്ട് അതിൽ ഒതുണ്ടാക്കാൻ വേണ്ടി നിൽക്കുമ്പോ വഹാബിയായ ചേർക്കാൻ പറയും. എന്തിനാ നിങ്ങൾ തിരക്കരിയെന്ന് അതിൽ കഴിച്ചിട്ട് ഒതുണ്ടായിക്കോളും. ഒതുണ്ടാക്കാൻ വേണ്ടി വെള്ളം എടുത്തായിരുന്നു. ഇനി ആ ഒതു എടുക്കണം വിചാരിച്ചാൽ ഉമ്മ ഇങ്ങനെ ഹലാലാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ ഉമ്മ നെയ്യത്ത് ചെയ്യാൻ നിൽക്കാണിച്ച എത്തിനാണ് നെയ്യത്ത് ഇങ്ങനെ വിളിച്ചു പറയാൻ വേണ്ടി നിൽക്കുന്നത്? അത് മനസ്സിലായില്ലേ? അവിടെ ഇതൊന്നുമുണ്ടാകുന്ന അവിടെ അമ്മ കയ്യും മുറൊക്കെ കൈകൾക്കും കയ്യൊക്കെ കയ്യേല് കഴിഞ്ഞാൽ തല അളകാൻ വേണ്ടി നോക്കിയാൽ എന്തിനാ അതിന് വേറെ വെള്ളം ഇളക്കണം? തലയും ചെവിയൊക്കെ ഒന്നായിട്ട് അളകാൻ മതി. തലമത്തന്നെ അല്ലേ ചെവിയില്ല. നോക്കി തല തളകാനും ചെവി തളവാനും കൂടി ഒറ്റൊന്ന് മതി. ആ എന്തേന്ന് ചോദിച്ചു നോക്കുമ്പോ തലമത്തന്നെ അല്ലേ ചെവി. എന്നാ പിന്നെ മോൻ കഴിക്കാൻ പോരെ? എന്താണ് ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ കോലെന്നങ്ങൾ ആലോചിക്കുന്നത്? ഇത് എവിടെയാണ് ഇതിന്റെ എത്തി നിൽക്കുന്നത്? ബാപ്പ മരിച്ചിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഒതുകൊടുക്കാൻ വേണ്ടി നോക്കുമ്പോ ഒരു ചെറുക്കാൻ പറയണം അങ്ങനെ ഒതുകൊടുക്കണം, മറ്റേ ചങ്ങായി പറഞ്ഞ ഇങ്ങനെ ഒതുകൊടുക്കണം. നോക്കിങ്ങൾ ഇനി ഇവരൊന്ന് അവഗണിച്ചു കൊണ്ട് നിസ്കരിച്ചാൻ മണിക്കയറി നിന്നാൽ മുസല്ലി പറവ സ്വലാത്തൊക്കെ എന്തിനാ നിയത്ത് ചെയ്യുന്നത്? നിയത്ത് ചെയ്യേണ്ടി ഒന്നുമില്ല. നിസ്കരിച്ചാൽ തന്നെ അറിയില്ല ഇപ്പൊ നിൽക്കാരാണ്, പിന്നെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് അറിയാം. നോക്കിങ്ങൾ എല്ലാത്തിനും തർക്കിച്ചാൻ അധികം വിവരമൊന്നും വേണ്ടല്ലോ. ആണോ? തർക്കിച്ചാൻ എന്തിനാ വിവരം? കുഞ്ഞാലിയാക്ക ഡോക്ടറെ അടുത്ത് പോയി കണ്ട് പൊന്നാൻ ഡോക്ടറെ കാല് കടഞ്ഞിട്ട് യാതൊരു രക്ഷയില്ല. നേരം പൊളക്കോളം കണ്ണിന്റെ പോള ചെമ്പിയിട്ടില്ല. തെത്തഞ്ഞ് ഡോക്ടറിനെ ചോദിച്ചു. സാരല്ല കുഞ്ഞാലിയാക്ക എന്നിട്ട് അടങ്ങിയിട്ട് ഡോക്ടർ പറഞ്ഞ സാരല്ല, വയസ്സായില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. വയസ്സായിട്ട് ആ വയസ്സാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ അതേ വയസ്സുള്ള മറ്റേ കാലിന് അതിനെന്താ ഇല്ലാത്ത? ഇനി എന്തായാലും പറയാം. കൊക്കലാമത്തിന്റെ ചോദ്യത്തിന് അധികം വിവരം വേണ്ട. ഇയാളൊന്ന് സമാധാനിപ്പിച്ചതാ പയാള്. അതുകൂടി ഇസ്ലാം ദീന്റെ കാര്യങ്ങൾ കൊക്കരാമത്തിന്റെ ചോദ്യം ചോദിച്ചു വരുന്നവരുണ്ടാക്കും. നമ്മളെ വയസ്സായ ആൾക്കാർക്ക് കൂടി ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഇതൊക്കെ നമ്മളെ വീട്ടിലും നാട്ടിലും നടന്നുകൊണ്ടിരിക്കുക. പീടിയ കൊലയും മുഴുവനും ഈ വക കാര്യങ്ങളൊക്കെ കെട്ടിക്കുടുക്കിയിട്ട് അതിനിടക്ക് ക്രിസ്ത്യൻ മിഷനറി ഒരു ഭാഗത്ത്, വഹാബി മിഷനറി ഒരു ഭാഗത്ത്, മൗദൂദിയാളത് വേറൊരു ഭാഗത്ത്, പെൺകുട്ടികളെ പഠിപ്പിക്കാനും ആൺകുട്ടികളെ പഠിപ്പിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പഠിപ്പിക്കാനുണ്ടാക്കിയിട്ട് എന്താ പഠിപ്പിക്കണത്? നിസ്കരിച്ചുമ്പോ നിയ്യത്ത് വേണ്ട, തറാവീഹ് 20 വേണ്ട, ഖുത്ബ അറബിയിൽ വേണ്ട, മൗലൂദ് ഓതണ്ട, ഹിമാല ചെല്ലണ്ട, കണ്ടോ, മരിച്ചോർക്ക് അസീൻ ഓതണ്ട, മരിച്ചോർക്ക് ഓതണ്ട, ഇതൊക്കെയാ പഠിപ്പിക്കണത്. ഈ അവസ്ഥ വന്നപ്പോൾ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, ഇതൊക്കെ ഉണ്ടാക്കി മുതലെടുപ്പ് നടത്തുമ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന മഹത്തായ പൂർവികരുടെ ആദർശത്തെ ഉറക്കെ ചിന്തിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിലാണ് SSF-ഉം SYS-ഉം അതിന് ഒരു നേതൃത്വം നൽകുന്ന മർക്കസും അതിന്റെ പിതാവ് എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട AP ഉസ്താദ്, അള്ളാഹു അതിനെ ഉയർത്തുമാറാവട്ടെ.